നമസ്കാരം. പ്രധാന വാർത്തകൾ. പൾസർ സുനി നാളെ ജാമ്യത്തിലിറങ്ങും. പുറത്തിറങ്ങുന്നത് 7.5 വർഷത്തിന് ശേഷം. വയനാട് ദുരന്തം കേന്ദ്ര സഹായം വൈകാൻ കാരണം കേരളത്തിലെ BJP നേതാക്കളുടെ കുത്തിത്തിരിപ്പ് എന്ന് മന്ത്രി റിയാസ്. സൂപ്പർ ലീഗ് കേരള തുടരാൻ കാലിക്കറ്റ്, ആദ്യ ജയത്തിന് ഫോസ കൊച്ചി. വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി നാളെ ജാമ്യത്തിലിറങ്ങും. 7.5 വർഷത്തിന് ശേഷമാണ് സുനി പുറത്തേക്ക് എത്തുന്നത്. കേസിൽ പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം ആരംഭിക്കാനിരിക്കെയാണ് ഈ ജാമ്യം. 7.5 വർഷത്തിനിടെ 13 തവണയാണ് ജാമ്യത്തിനായി പൾസർ സുനി കോടതിയെ സമീപിച്ചത്. തുടർച്ചയായി ജാമ്യാപേക്ഷ നൽകിയതിന് കഴിഞ്ഞ ജൂണിൽ ഹൈക്കോടതി 25,000 രൂപ പിഴ വിധിച്ചിരുന്നു. ജാമ്യ ഹർജി നൽകി സഹായിക്കാൻ സുനിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതി നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ജാമ്യ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി നടത്തിയത്. ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന സർക്കാർ വാദം കോടതി തള്ളുകയായിരുന്നു. പൾസർ സുനി 7.5 വർഷമായി ജയിലിൽ കഴിയുകയാണെന്നും വിചാരണ ഇനിയും നീക്കണ്ട എന്നും നിരീക്ഷിച്ചാണ് ജാമ്യം നൽകിയത്. വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സഹായം വൈകാൻ കാരണം കേരളത്തിലെ BJP നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപിക്കുന്നു. ഇതോടൊപ്പം ഇടത് സർക്കാരിനോടുള്ള അന്ധമായ വിരോധമുള്ള ചില മാധ്യമങ്ങളും വ്യാജ വാർത്ത നൽകുകയാണെന്നും മുഹമ്മദ് റിയാസ് പറയുന്നു. മറ്റിടങ്ങളിൽ ദുരന്തം ഉണ്ടായപ്പോൾ സ്വീകരിച്ച അതേ മാനദണ്ഡങ്ങളാണ് കേരളവും പാലിച്ചത്. വയനാട് ദുരന്തത്തിൽ കേരള സർക്കാർ ആവശ്യപ്പെട്ട ധനസഹായത്തോടെ പ്രധാനമന്ത്രി പോസിറ്റീവായാണ് പ്രതികരിച്ചത്. കേരളത്തിന് കിട്ടേണ്ടത് ഔദാര്യമല്ല, അവകാശമാണ് എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ADGP അജിത് കുമാർ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയല്ല എന്നും വേണ്ട സമയത്ത് അത് ഉണ്ടാകുമെന്നും റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി. മിണ്ടേണ്ട സമയത്ത് മുഖ്യമന്ത്രി മിണ്ടുമെന്നും മന്ത്രി റിയാസ് ആറന്മുളയിൽ പറഞ്ഞു. ഇനി കായിക വാർത്ത. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ജയം തുടരാൻ കാലിക്കറ്റ് FC. സ്വന്തം തട്ടകമായ കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ ഇന്ന് ഫോസ കൊച്ചിയെ നേരിടും. ആദ്യ ജയമാണ് കൊച്ചിയുടെ ലക്ഷ്യം. രാത്രി 7:30 മുതലാണ് പോരാട്ടം. ഇരു ടീമുകളുടെ മൂന്നാം മത്സരമാണ് ഇത്. ഉദ്ഘാടന മത്സരത്തിൽ 2 ഗോളിന് മലപ്പുറം FCയോട് തോറ്റ ഫോസ കൊച്ചി രണ്ടാം മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സുമായി സമനിലയിൽ പിരിയുകയായിരുന്നു. ആദ്യ കളിയിൽ തിരുവനന്തപുരം കൊമ്പൻസിനെ സമനിലയിൽ തളച്ച കാലിക്കറ്റ് മലപ്പുറം FCയെ അവരുടെ തട്ടകത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തതിന്റെ ആത്മവിശ്വാസവുമായാണ് ഹോം ഗ്രൗണ്ടിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. വാർത്തകൾ അവസാനിച്ചു. ന്യൂസ് മീൻസ് entertainment and entertainments meets news. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.